പ്രോപ്പർ കാക്കനാട്, അതും കളക്ട്രേറ്റിൽ നിന്ന് വെറും 3 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിൽ ഒരു വീട് വേണമെന്നാണ് നിങ്ങളുടെ എല്ലാം ആഗ്രഹം. നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള വീടാണ് ഇന്ന് മാർബിൾ ഹോംസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് കളക്ട്രേറ്റിനടുത്ത് തുതിയൂർ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഇവിടെ 2 വീടുകളാണ് നമുക്ക് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. ഒരു വീടിന് ഏകദേശം എല്ലാ വർക്കുകളും കഴിഞ്ഞ് ഫൈനൽ ഫിനിഷിംഗിൽ നിൽക്കുകയാണ്. ആ ഒരു വീടിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്നത്. ഈ കാണുന്ന സ്ഥലം തുതിയൂർ എന്നാണ് പേര് പറയുന്നത്. 2 വീടുകളുണ്ട്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന വഴി നോക്കുവാണെങ്കിൽ ഇന്റർലോക്കിംഗ് ടൈലാണ് തിരിച്ചിരിക്കുന്നത്. റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. കാക്കനാട് കളക്ട്രേറ്റിൽ നിന്നും വെറും 3 കിലോമീറ്റർ ആണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. തുതിയൂരാണ് സ്ഥലം. ആക്ച്വലി ഞാൻ പറഞ്ഞിരുന്നു. ഭവൻസ് സ്കൂൾ എല്ലാവർക്കും അറിയാം. ഭവൻസ് സ്കൂളിലേക്ക് വെറും 750 മീറ്റർ വോക്കബിൾ ഡിസ്റ്റൻസ് മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 4.4 കിലോമീറ്റർ. സെസ് എല്ലാവർക്കും അറിയാം. വ്യവസായ മേഖല വെറും 1.5 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇടപ്പള്ളി ഭാഗത്തേക്ക് 6 കിലോമീറ്റർ, കുസാറ്റിലേക്കും 6 തന്നെ. ആലുവ ഭാഗത്തേക്ക് 14, എയർപോർട്ടിലേക്ക് 27 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. 2 വീടുകളും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ നമുക്ക് ഇന്ന് ഈ ഒരു വീടിനെ മാത്രം ഡീറ്റെയിൽസ് പരിചയപ്പെടാം. സിമ്പിളായ ഡിസൈൻ ആണ് മതിലിന് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് നോക്കുവാണെങ്കിൽ സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല എലിവേഷൻ തന്നെ വീടിന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. ഭംഗിയായിട്ടുള്ള ടെക്സ്ചർ വർക്കുകളും പെയിന്റിങ്സും ഒക്കെ കൊടുത്ത് സ്റ്റാൻഡേർഡ് ആയ രീതിയിലാണ് വീട് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കോമ്പൗണ്ടിനകത്തേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഫ്ലോറിലെല്ലാം തന്നെ ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നേരെ നമ്മൾ ചെല്ലുന്നത് കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചിലേക്കാണ്. 1ാമത്തെ കാർ അവിടെ പാർക്ക് ചെയ്യാം. 2ാമത്തെ കാർ നമ്മൾ ഈ ഒരു ഗേറ്റ് കടന്ന് അകത്തേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് പാർക്ക് ചെയ്യാം. നമ്മുടെ 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. നമ്മൾ വീടിനകത്തേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഈ ഒരു കോർണർ ഭാഗത്തായിട്ട്, അതായത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് നമ്മുടെ കിണർ വരുന്നത്. ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് നമുക്ക് കിണറുണ്ട്. അത് കൂടാതെ KW ആണ് മറ്റൊരു സോഴ്സ് ആയിട്ട് ഇവിടെ ഉള്ളത്. ലെഫ്റ്റ് സൈഡിലേക്ക്, അതായത് കാർ പോർച്ചിന്റെ സൈഡിലൂടെ നമ്മൾ പോകുന്ന സമയത്താണെങ്കിലും ഏകദേശം പകുതി ഭാഗത്തോളം തന്നെ ടൈലാണ്. ബാക്കി അങ്ങോട്ടുള്ള ഭാഗങ്ങളിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെയെല്ലാം തന്നെ മെറ്റൽ സ്ട്രിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. നേരെ നിങ്ങൾ കാണുന്നത് വർക്ക് ഏരിയയുടെ പോർഷനാണ്. ഇവിടെയാണ് 2ാമത്തെ കാർ പാർക്കിങ്ങിനുള്ള സ്പേസ് വരുന്നത്. ഈ ഒരു സ്പേസിലൂടെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്തും ഇവിടെയും നല്ല രീതിയിൽ തന്നെ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഏരിയ സ്പേഷ്യസ് ആണ്. ഇവിടെ നോക്കിയാലും കാണാം മെറ്റൽ ഷിപ്പാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഏരിയ കണ്ടിന്യൂ ചെയ്ത് വീടിന്റെ ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് വർക്ക് ഏരിയയുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഡോറാണ് നിങ്ങൾ കാണുന്നത്. വീടിന്റെ സിറ്റ് ഔട്ടേ കാണുന്നതാണ്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. നമുക്കൊരു 2-3 ചെയറുകൾ പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. സിറ്റ് ഔട്ടിന്റെ മുകളിലും കാർപോർച്ചിന്റെ മുകളിലും ഒക്കെ നോക്കിയാൽ നല്ല രീതിയിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. മെയിൻ ഡോർ വരുന്നത് ഒറ്റപ്പാളിയിൽ ഇതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വുഡ് ഐറ്റംസ് ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ആഞ്ഞിലിയിലും തേക്കിലും പ്ലാവിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോറ് കിഴക്കോട്ടാണ് ദർശനം. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. മെയിൻ ഡോർ തുറന്നാൽ നമ്മൾ നേരെ കടന്നു വരുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറിൽ ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ വരുന്ന ടൈലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. 12 അടി നീളവും 10.5 അടി വീതിയിലുമാണ് ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ 3 വിൻഡോസ് ഉണ്ട്. മുകൾ ഭാഗത്തേക്കൊക്കെ നോക്കുവാണെങ്കിൽ 3/4 പോർഷൻ വെച്ചിട്ട് തന്നെ പാനലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുകയാണ്. ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ്. റൂഫിലും ഭംഗിയായിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. TV വെക്കാനായിട്ട് ഇവിടെയാണ് അറേഞ്ച്മെന്റ് വരുന്നത്. നല്ല വുഡൻ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് കബോർഡുകളും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ഭംഗിയായിട്ടാണ് ബാക്ക് സൈഡിലുള്ള പാനലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഡൈനിങ്ങിലേക്കാണ് വരുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. വുഡ് ആൻഡ് ഗ്ലാസ് ഫിനിഷോട് കൂടിയിട്ടാണ് ഹാൻഡ് റൈൽസ് എല്ലാം ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു സിംഗിൾ വിൻഡോ കിട്ടുന്നുണ്ട്. സ്റ്റെപ്പുകളിലൊക്കെ നോക്കുവാണെങ്കിൽ ഫുഡ് ലാംപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പിൽ വിരിച്ചിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തുടങ്ങി തന്നെ നിറയെ കബോർഡുകളാണ്. നിങ്ങൾക്ക് ഈ ഹാൻഡിൽസ് കാണുന്ന ഭാഗങ്ങളെല്ലാം തന്നെ നിറയെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇൻവെർട്ടർ വയ്ക്കാനും ഒരുപാട് സാധനങ്ങൾ സൂക്ഷിക്കാനൊക്കെ നമുക്ക് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് ഹാളിന്റെ നീളവും വീതിയൊക്കെ നോക്കുവാണെങ്കിൽ 11.5 അടി നീളവും 8.5 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഡൈനിങ് സ്പേസ് നമ്മൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് 3 വിൻഡോസ് വരുന്നത്.
റൂഫ് നോക്കുവാണെങ്കിലും നല്ല രീതിയിലുള്ള ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അത് കൂടാതെ മുകൾ ഭാഗത്ത് നിങ്ങൾ നോക്കിക്കോളൂ, ഇവിടെയും നമുക്ക് നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് നമുക്ക് ഇവിടെയും യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് കിച്ചൺ ഒന്ന് നോക്കാം. സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചണിന്റെ സ്ഥാനം വരുന്നത്. ഓപ്പൺ കിച്ചൺ ആയിട്ടുള്ള ഒരു വലിയൊരു കൗണ്ടർ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വൈറ്റ് കളറുള്ള ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. എൻട്രൻസ് തന്നെ നോക്കിക്കോളൂ, ഗ്ലാസ് പാർട്ടീഷൻ വരുന്നുണ്ട്, വുഡൻ വർക്കുകൾ വരുന്നുണ്ട്. ഭംഗിയായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ കൗണ്ടറിന്റെ താഴെയുള്ള പോർഷനിലൊക്കെ നോക്കുവാണെങ്കിൽ LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കത് കൂടാതെ ഇവിടെയായിട്ട് ഡോറ് ക്ലോസ് ചെയ്യാനായിട്ട് ഇതുപോലൊരു ഡോറ് കൂടി കൊടുത്തിട്ടുണ്ട്. വുഡ് ആൻഡ് ഗ്ലാസ്സിലാണ് ഡോറ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ഫ്ലോർ ടൈലുകൾക്ക് കുറച്ചൊരു ചേഞ്ച് ഉണ്ട്. വുഡൻ ഡിസൈനുള്ള ടൈലാണ് ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല സൗകര്യങ്ങൾ കൊടുത്തിട്ടാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. ഏകദേശം നമുക്കൊരു 4-5 പേർക്കൊക്കെ നിന്ന് മാനേജ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് ആണ് കിച്ചണകത്ത് കിട്ടുന്നത്. കിച്ചന്റെ കൗണ്ടർ ടോപ്പ് പോർഷൻ എല്ലാം തന്നെ വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ്. അതിന് മാച്ച് ആയിട്ട് തന്നെയാണ് സറൗണ്ടിങ് ഏരിയാസിൽ വൈറ്റ് കളർ ടൈലും കൊടുത്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് നോക്കുവാണെങ്കിൽ മുകളിൽ 2 ലെയറിലും താഴെ 1 ലെയറിലുമായിട്ട് നല്ല രീതിയിൽ സ്റ്റോറേജ് കപ്പാസിറ്റി കൊടുത്തിട്ട് തന്നെയാണ് കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. 3 വിൻഡോസ് ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് സിങ്കും പൈപ്പ് കണക്ഷനും കിട്ടുന്നത്. റൂഫ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ട് ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. വലിയൊരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ വർക്ക് ഏരിയയ്ക്ക് ആയിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കോളൂ, നല്ല ലെങ്തി ആയിട്ടുള്ള വലിയൊരു വർക്ക് ഏരിയ സ്പേസ് ആണ്. റൂഫും സൈഡും എല്ലാം കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ലൊരു കൗണ്ടർ ടോപ്പ് പോർഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ഇട്ടിട്ട് സിങ്കും പൈപ്പ് കണക്ഷനും ഉണ്ട്. താഴെ നമുക്ക് കബോർഡുകളായിട്ട് തിരിക്കുകയാണെങ്കിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ നല്ല സ്പേഷ്യസ് ആണ് ഏരിയ വരുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു പ്രൊവിഷൻ കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. വേസ്റ്റ് വാട്ടർ ലൈനും പ്ലഗ് പോയിന്റ് പൈപ്പ് എല്ലാം തന്നെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മുകളിലൊക്കെ കയറി ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എന്തുകൊണ്ടും സൂട്ടബിൾ ആണ് ഇങ്ങനെയൊരു സ്പേസ്. ഡൈനിങ് ഹാളിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വാഷ് ഏരിയ വരുന്നത്. ഭംഗിയായിട്ടുള്ള ഒരു വാഷ് ബേസിനാണ് ഗോൾഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ അക്കോർഡിന്റെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ഇത് വെച്ചിരിക്കുന്നത്. താഴെയും സൈഡിൽ നോക്കുവാണെങ്കിൽ നിറയെ കബോർഡുകളും ഓപ്പൺ ഷെൽഫുകളും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ടൈലും മിററും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത്. താഴത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂം ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 13 അടി നീളവും 9.5 അടി വീതിയുമാണ് വരുന്നത്. ഇവിടുത്തെ വർക്കുകൾ ജസ്റ്റ് ഫിനിഷിംഗ് ആയതുകൊണ്ടാണ് പെയിന്റിംഗ് ബക്കറ്റ്സ് ഒക്കെ ഇവിടെ ഇരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് 2 വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെ ഒരു സിംഗിൾ വിൻഡോയുമാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ വെച്ചിട്ട് സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബുകളും ഡ്രസ്സിംഗ് ടേബിളും കൂടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വുഡൻ കളർ ഫിനിഷോട് കൂടിയിട്ട് അതേ ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഭംഗിയുള്ള ഡിസൈനിലാണ് ഇവിടുത്തെ ടൈലുകളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം നോക്കുവാണെങ്കിൽ സെറയിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു പോർഷൻ നോക്കിക്കോളൂ, ഇവിടെ പാനലിംഗ് ചെയ്തിരിക്കുകയാണ്. അതിനകത്ത് നോക്കുവാണെങ്കിൽ കബോർഡാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ സാധനങ്ങളൊക്കെ ഇതുപോലെ സ്റ്റോർ ചെയ്യാനായിട്ട് നല്ലൊരു സ്പേസ് കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് 2 വിൻഡോസും കിട്ടുന്നുണ്ട്. ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ലെഗ്രാൻഡിലും GM-ലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിലേക്ക് വരുമ്പോൾ അപ്പർ ലിവിംഗ് സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. വളരെ വലിയൊരു ഹാള് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഹാളിന്റെ റൂഫിൽ നിങ്ങൾ നോക്കിക്കോളൂ, സിമ്പിൾ ആയിട്ടാണ് പക്ഷെ വളരെ ഭംഗിയായിട്ടാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ 2 വിൻഡോസ് കൂടാതെ ഈ ഭാഗത്തായിട്ട് നമുക്ക് ബാക്കിയുള്ള 2 വിൻഡോസ് കൂടി കിട്ടുന്നുണ്ട്. TV വെക്കാനായിട്ട് ഇവിടെയാണ് അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. വുഡനായിട്ട് തന്നെയാണ് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് കബോർഡുകളും കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഡോർ ഉണ്ട്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. നേരെ നമ്മൾ ടെറസിലേക്കാണ് ചെല്ലുന്നത്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ടോട്ടലി ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂം ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഡോറുകളെല്ലാം തന്നെ സെയിം പാറ്റേൺ ആണ്. വൈറ്റ് കളർ പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 12 അടി നീളവും 10.5 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് രണ്ടും ഈ ഒരു ഭാഗത്താണ് വരുന്നത്. റൂഫിലും ഭംഗിയുള്ള ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാർഡ്രോബുകളും ഡ്രസ്സിംഗ് ടേബിളും കൂടെ ഒന്നിച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താഴെ ഡ്രോസ് വരുന്നുണ്ട്, ഓപ്പൺ ഷെൽഫും കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഗ്രേ ആൻഡ് ബ്രൗൺ കളർ ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം നോക്കുവാണെങ്കിൽ ജഗ്വാറിലും ജെറയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 3ാമത്തെ ബെഡ്റൂം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് 3rd ബെഡ്റൂം വരുന്നത്. 12.5 അടി നീളവും 12 അടി വീതിയും കൊടുത്തിട്ട് വലിയൊരു ബെഡ്റൂം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ കയറി പോകുമ്പോൾ 2 സിംഗിൾ വിൻഡോസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്.
ഇവിടെയായിട്ടാണ് വാർഡ്രോബുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ സ്റ്റോറേജ് കപ്പാസിറ്റി കിട്ടുന്ന രീതിയിൽ വലിയൊരു വാർഡ്രോബ് തന്നെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഓപ്പൺ ഷെൽഫും ഡ്രോയും കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ ഇതുപോലെ നല്ലൊരു അറേഞ്ച്മെന്റ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്ലവർ പോട്ട്സ് ഒക്കെ വെക്കാനോ നിങ്ങളുടെ ഫോട്ടോസ് ഫ്രെയിം ചെയ്ത് വെക്കാനോ എല്ലാം നല്ലൊരു അറേഞ്ച്മെന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിലും ലൈറ്റ് ഫിറ്റിംഗ്സും LED സ്ട്രിപ്പുകളും ഒക്കെ കൊടുത്ത് സിമ്പിൾ ആയിട്ടും ഭംഗിയായിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡ്രസ്സിംഗ് ടേബിളിന് സെപ്പറേറ്റ് ഒരു ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വലിയൊരു മിറർ ഉണ്ട്. ഒരുപാട് ഓപ്പൺ ഷെൽഫുകളും താഴെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഡ്രോസും ആണ് കിട്ടുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെയാണ്. ഗ്രേ കളറിലെ മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ഞാൻ പറഞ്ഞതും സെറയിലും ജാഗുവാറിലുമാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം ആണ് കാണാനുള്ളത്. 13 അടി നീളവും 8.5 അടി വീതിയിലുമാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. വാർഡ്രോബ് നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് സിമ്പിൾ ആയിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുട്ടികൾക്കുള്ള റൂമായിട്ട് കൊടുക്കാൻ എന്തുകൊണ്ടും സൂട്ടബിൾ ആണ്. കാരണം നമുക്കുള്ള റീഡിംഗ് ടേബിളും അതുപോലെ തന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസും കബോർഡുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനൊക്കെ ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. റൂഫ് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു ഓപ്പണിംഗ് വരുന്നുണ്ട്. വിൻഡോ അത് കൂടാതെ മിഡിലുള്ള ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാൽക്കണിയാണ്. ഹാൻഡ് റൈൽസ് ഒക്കെ കൊടുത്ത് സേഫ് ആയിട്ടാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ലെങ്തി ആയിട്ടാണ് ബാൽക്കണി സ്പേസ് വരുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് 4ാമത്തെ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ടൈലുകളൊക്കെ നോക്കുവാണെങ്കിൽ ഗ്രേ കളറിൽ ഗ്ലോസി ആയിട്ടുള്ള ടൈലാണ്. വലിയൊരു ബാത്റൂം തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. നല്ല ലെങ്തി സ്പേസിൽ തന്നെയാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. പ്രോപ്പർ കാക്കനാട് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വീട് നിങ്ങൾ ഇന്ന് മാർബിൾ ഹോംസ് വഴി പരിചയപ്പെട്ട് കഴിഞ്ഞു. നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള സ്ഥലമാണ് നമുക്ക് കാക്കനാടിനടുത്ത്. അതായത് നിങ്ങൾ എല്ലാവരും ചോദിക്കുമ്പോൾ പ്രോപ്പർ കാക്കനാട് വീടുണ്ടോ എന്ന് ചോദിച്ചാണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത്. കാക്കനാട് കളക്ടറേറ്റിൽ നിന്ന് വെറും 3 കിലോമീറ്റർ ആണ് നമുക്ക് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ലൊക്കേഷന്റെ പേര് തുതിയൂർ എന്നാണ്. ഭവൻസ് സ്കൂൾ ആദർശ വിദ്യാലയ എല്ലാവർക്കും അറിയുന്നതാണ്. അവിടെ നിന്ന് വെറും വോക്കബിൾ ഡിസ്റ്റൻസ് വെറും 750 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇൻഫോ പാർക്കിലേക്ക് 4 കിലോമീറ്ററും കാക്കനാട് വ്യവസായ മേഖലയിലേക്ക് 1.5 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. എല്ലാ സൗകര്യങ്ങളുടെയും നടുക്കാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് എടപ്പള്ളി, പാലാരിവട്ടം, വെണ്ണല, എറണാകുളം, കാക്കനാട്, കളമശ്ശേരി, കുസാറ്റ് ഏത് ഭാഗത്തേക്കും ഈസി ആക്സസ് ആണ് ഈ കാണുന്ന ലൊക്കേഷനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത്. 2 വീടുകൾ ഇവിടെ സെയിലിനായിട്ടുണ്ട്. ഇന്ന് കണ്ട ഈ ഒരു വീട് എല്ലാ വർക്കുകളും കഴിഞ്ഞ് ഫൈനൽ ഫിനിഷിംഗ് സ്റ്റേജിൽ നിൽക്കുകയാണ്. നിങ്ങൾക്കറിയാം കാക്കനാട് കളക്ടറേറ്റിനടുത്ത് ഒരു വീട് വന്നാൽ പെട്ടെന്ന് സെയിലായി പോകും. അതുകൊണ്ട് തന്നെ ആരും ലേറ്റ് ആക്കരുത്. ഡീറ്റെയിൽസ് അറിഞ്ഞാൽ ഉടനെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കേണ്ടതാണ്. 3.5 സെന്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 3.5 സെന്റ് ഓഫ് ലാൻഡിൽ 1950 സ്ക്വയർ ഫീറ്റിൽ 1950 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളും 2 കാർ പാർക്കിംഗ് സൗകര്യവും കിണർ വെള്ളവും അതേപോലെ KWയുടെ വാട്ടർ നമുക്കിവിടെ അവൈലബിൾ ആണ്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 1,20,00,000 രൂപയാണ്. 1.20 CR എന്നുള്ളതിന്റെ പ്രൈസ് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്കറിയാം കാക്കനാട് പ്രോപ്പർട്ടി വന്നാൽ എപ്പോഴും അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ടാവും. എന്നാലും നമുക്ക് ഓണറുമായിട്ട് സംസാരിച്ച് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആക്കി വാങ്ങാവുന്നതാണ്. എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീട് ലോൺ ഫെസിലിറ്റിയിലും ലഭ്യമാണ്. ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ മാർബിൾ ഹോംസ് തന്നെ ഈസി ടേംസ് ആൻഡ് കണ്ടീഷനിൽ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ലേറ്റ് ആക്കട്ട, പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തോളൂ. നമ്പറുകൾ സ്ക്രീനിലുണ്ട്, വിളിച്ചോളൂ. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.